ഭൂകമ്പം തകർത്തെറിഞ്ഞ മ്യാൻമാറിലെ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സഹായവുമായി ഭാരതം 80 അംഗ NDRF സംഘം മ്യാൻമാറിലേക്ക് യാത്ര തിരിച്ചു. സ്നിഫർ ഡോഗ് ഉൾപ്പെടെ സഹായത്തിനുണ്ട്. ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായാണ് സംഘത്തിന്റെ യാത്ര. നേരത്തെ മ്യാൻമാറിലെ ഭരണ നേതൃത്വവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു. എല്ലാ സഹായവും ഭാരതം വാഗ്ദാനം ചെയ്തിരുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വലിയ ദുരന്തമാണ് മ്യാൻമാറിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ ഭാരതം കൈത്താങ്ങാവുകയാണ് മ്യാൻമാറിന്. ഇതുവരെ എന്തെല്ലാം സഹായങ്ങളാണ് ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും മ്യാൻമാറിലേക്ക് എത്തിയിരിക്കുന്നത്? നീലിമ, തീർച്ചയായും വലിയ സഹായം തന്നെയാണ് മ്യാൻമാറിലേക്ക് ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്ന് വളരെ നേരത്തെ തന്നെ പുലർച്ചെ തന്നെ ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിലുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ഈ നടപടികളുടെ ഭാഗമായി ആദ്യം തന്നെ, അതായത് പുലർച്ചെ 3 മണിയോടുകൂടി 15 ടണ്ണോളം റിലീഫ് മെറ്റീരിയൽ, അതായത് ഇത്തരത്തിൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഉപയോഗിക്കേണ്ട ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള സാമഗ്രികളുമായി ഒരു വിമാനം, അതായത് ഹിൻഡൻ എയർബേസിൽ നിന്ന്, UP-യിലെ ഹിൻഡൻ എയർബേസിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. യാങ്കോണിൽ അത് 8 മണിയോടെ എത്തുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനെ തുടർന്ന് തുടർച്ചയായ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഭാരതത്തിന്റെ മ്യാൻമാറിലെ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി. നമുക്കറിയാവുന്നതാണ്, മ്യാൻമാറിലേക്ക് 80 അംഗ ദുരന്ത നിവാരണ സേനയെ അടിയന്തരമായി വിന്യസിക്കാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. ഈ നീക്കങ്ങളുടെ ഭാഗമായി NDRF സംഘം ഇപ്പോൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ സ്നിഫർ ഡോഗുകളും, അതായത് ഭൂകമ്പം കൊണ്ട് തകർന്നിടിഞ്ഞ പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും ജീവന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനും വേണ്ടിയുള്ള സ്നിഫർ ഡോഗുകളുടെ ഉൾപ്പെടെ ഒരു സംഘത്തെ തന്നെയാണ് ഇപ്പോൾ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് പുറമെ അടിയന്തരമായി സഹായം ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനങ്ങളുടെ ഭാഗമായാണ് വിമാനം പുറപ്പെടുകയും ചെയ്തത്. 118 മ്യാൻമാറിനെ ചേർത്ത് നിർത്തുകയാണ് ഭാരതം. 80 അംഗ NDRF സംഘം മ്യാൻമാറിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളാണ് ഐസൺ ജോസ് പങ്കുവച്ചത്.